തിരുസഭ പരിശുദ്ധ ദൈവമാതാവിനായി പ്രതിഷ്ഠിക്കപ്പെട്ട മെയ് മാസത്തിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനത്തെ ഹൃദയത്തിലേറ്റി കൊറോണ വൈറസിന്റെ അതിരൂക്ഷ വ്യാപനത്തിന്റെ ഈ കാലഘട്ടത്തെ അതിജീവിക്കാൻ ജപമാല ചൊല്ലി ലോക ജനതയ്ക്ക് വേണ്ടി നമുക്ക് മാതാവിന്റെ മാധ്യസ്ഥ്യം തേടാം. കൊറോണയുടെ രണ്ടാം തരംഗം ലോകമെമ്പാടും ആദ്യ രോഗവ്യാപനത്തെക്കാൾ അതിശക്തമായി വലിയ ഭീതിയിലേക്കും സഹനത്തിലേക്കും ലോകത്തെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ആഗോള സഭയോട് ഒന്നായി ഒരു മാരത്തോൺ പ്രാർത്ഥനാ യജ്ഞം നടത്തുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ 12-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ ആദിമസഭ, പ്രത്യേകിച്ച് പത്രോസ് കാരാഗൃഹത്തിലായപ്പോൾ അവർ അതിതീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ബന്ധനങ്ങളിൽ നിന്നും അപ്പോസ്തലൻ രക്ഷ പ്രാപിക്കും. ഇതുപോലെ നമ്മുടെ തീക്ഷ്ണമായ പ്രാർത്ഥന ഈ ഒരു കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് ഫ്രാൻസിസ് പാപ്പ സഭയോട് ഓർമ്മിപ്പിക്കുന്നു. മനസ്സിൽ വലിയ സഹനവുമായിട്ടാണ് ഈ മെയ് മാസം കടന്നു വന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയും മെയ് മാസം 7-ാം തീയതി പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ ദിനമായി ഉപവസിച്ചും പ്രാർത്ഥിച്ചും നമുക്ക് ദൈവസന്നിധിയിൽ അണയാം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്നത്തെ ആ ദിവസം പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപാവരത്തിന്റെ സമൃദ്ധി ലോകം മുഴുവൻ കടന്നു വന്ന് രോഗികൾക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ സംരക്ഷണ സഹായം ഉണ്ടാകട്ടെ. കർത്താവിന്റെ ആ സൗഖ്യദായകമായ കരം രോഗികളുടെ മേലുണ്ടാകട്ടെ. പ്രത്യേകിച്ച് പ്രാണവായു പോലും ലഭിക്കാതെ ഒത്തിരി പേർ നമ്മുടെ ഭാരതത്തിൽ മരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഇനി ഒരു വിധത്തിലും രോഗം വ്യാപിക്കാതിരിക്കാനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കാനും നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന ശ്രവിക്കും. എപ്പോഴെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി നാം കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അപ്പോഴെല്ലാം ദൈവം കരുണയോടെ ആ പ്രാർത്ഥന ശ്രവിക്കുകയും അതനുസരിച്ച് കൃപാവരത്തിന്റെ സമൃദ്ധി പകർന്നു തന്നിട്ടുമുണ്ട്. ഈ വിശ്വാസത്തോടെ, ഈ തീഷ്ണതയോടെ നമുക്ക് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം. മെയ് മാസം 7-ാം തീയതി വെള്ളിയാഴ്ച അങ്ങനെ ഉപവസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും സൗഖ്യവും ഈ മണ്ണിലേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെ മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്ന ഈ സഹനത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ലോകത്തെ മുഴുവൻ വിമുക്തി പ്രാപിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.